ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അച്ചു വേദു വ്ളോഗ്സ്. കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തയക്കാൻ വേണ്ടി മൈദയൊന്നും ഉപയോഗിക്കാതെ ഈസി ആയിട്ടൊരു ബിസ്ക്കറ്റ് റെസിപ്പിയാണ് ഇന്ന് കാണാൻ പോകുന്നത്. അതിനു വേണ്ടി 50 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മാവൊക്കെ ഇടുന്ന സമയത്ത് അതിൻ്റെ കൂടെ നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി, ഇനി അത് ഇതേപോലെ അരിപ്പയിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അതും ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 1/3 കപ്പ് പഞ്ചസാരയാണ്. അത് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ഇതേപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ആട്ടയും കൊക്കോ പൗഡർ മിക്സിലേക്ക് ഇതും ഇട്ട് കൊടുക്കാം. ആ ജാറിലുള്ള കംപ്ലീറ്റ് പൊടിയും ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുക്കുക. അതും ഈ മിക്സിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണം. എല്ലാ പൊടിയെല്ലാം കൂടെ മിക്സ് ആവാനാണ്. എന്നിട്ട് കുറച്ച് പാലൊഴിച്ച് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ചപ്പാത്തിയുടെ മാവൊക്കെ കുഴക്കില്ലേ, അതേപോലെ നല്ല സോഫ്റ്റ് ഡൗ ആയിട്ട് എടുക്കണം. അപ്പോൾ ഇതേപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ബേക്കിംഗ് പൗഡറും ബട്ടറും ഒക്കെ ആ മാവിലേക്ക് ഇൻഫ്യൂസ് ആവണം. അതിന് വേണ്ടിയിട്ട് കണ്ടോ, ഇതേപോലെ നന്നായിട്ട് നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന സെയിം മെത്തഡാണ് ഇവിടെ. അതേപോലെ കുഴച്ചെടുക്കാം. ഇനി ഈ മാവ് ഒരു 30 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ട് അത് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ നന്നായി പരത്തുക. എന്നിട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ചോക്കോ ചിപ്പ് വെച്ചൊന്ന് ടോപ്പ് ചെയ്യുക. ഇനി ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അങ്ങനെ എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് ബേക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നുകൂടെ റോൾ ചെയ്തിട്ട് ഈ കാണുന്ന പോലെ ഓരോ ഈവനായിട്ട് സ്ക്വയർ പോലെ കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ അതിലേക്ക് ചോക്കോ ചിപ്പ് ടോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ എയർ ഫ്രയറിലാണ് ചെയ്തെടുത്തത്. 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ കറക്റ്റ് ആ ബിസ്ക്കറ്റിൻ്റെ കൺസിസ്റ്റൻസി വന്നു. നിങ്ങൾക്ക് എയർ ഫ്രയറോ ഓവനോ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ ഒരു റിങ് ഇറക്കി വെച്ച് അതിൽ വിസിലും ഗ്യാസ്കറ്റും ഒഴിവാക്കിയിട്ട് അതിലും ബേക്ക് ചെയ്തെടുക്കാം. എങ്ങനെയാണ് അതിൽ ബേക്ക് ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡൊക്കെ ഞാൻ നമ്മളുടെ ഡാർക്ക് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഫർ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.